ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുജ, എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തകരെല്ലാം പോലീസ് ഇടപെട്ടപ്പോൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കൂടി എത്തിയതോടെ ഈ പ്രതിഷേധങ്ങളിൽ ചെറിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവർ ഈ മൃതദേഹം താൽക്കാലികമായി ഈ ആശുപത്രിയുടെ മറ്റൊരു റൂമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ മൃതദേഹം വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം പോലീസിന്റെയും വനംവകുപ്പിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. ഈ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരെയും ഈ പ്രതിഷേധ തരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. കാരണം ഈ വിഷയം വലിയ ചർച്ചയാകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഈ പ്രശ്നം പ്രതിപക്ഷ നേതാവ് അടക്കം ഇങ്ങോട്ടേക്ക് എന്ന അർത്ഥത്തോടു കൂടി കൂടുതൽ ചർച്ചയാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കം നടത്തിയത് എന്നൊരു ആരോപണമാണ് എന്തായാലും ഈ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും മുന്നോട്ട് വെക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നിലവിൽ ഈ ഊരുമൂപ്പനുമായി സംസാരിക്കുകയാണ്, കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ്, ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മരോട്ടിക്ക ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് വത്സയും അതുപോലെ തന്നെ ഈ ഊരുമൂപ്പനായിട്ടുള്ള ഭർത്താവും കൂടി ചേർന്ന് ഇവർ ഈ പോത്തുപാറ കോളനിക്ക് സമീപനത്തിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് ഈ മഞ്ഞക്കൊമ്പൻ എന്ന് പറയുന്ന ഒറ്റയാന്റെ ആക്രമണം ഉണ്ടായത്. നേരത്തെയും ഈ മഞ്ഞക്കൊമ്പൻ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ ഈ പ്രദേശത്ത് ഈ വാഹനങ്ങൾ തടയുന്ന അടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. അത്തരത്തിൽ ഒരു പ്രശ്നക്കാരനായ ആന, പക്ഷേ ആനയെ നിരീക്ഷിക്കുന്നതിൽ വനംവകുപ്പിന് വലിയ വീഴ്ചയുണ്ടായി. കാര്യം ഏഴാറ്റുമുഖം ഗണപതി അടക്കം പല ആനകളും ഈ മേഖലയിൽ ഒറ്റയാനകൾ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരെല്ലാം തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന സമയത്തെല്ലാം തന്നെ പ്രദേശവാസികൾ ഉൾപ്പെടെ അന്ന് മുന്നോട്ട് വച്ചിരുന്ന പ്രധാന ആവശ്യം എന്നുള്ളത് ഈ ആനകളെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കണം എന്നൊരു ആവശ്യമായിരുന്നു അന്ന് ഇവരെല്ലാവരും മുന്നോട്ട് വച്ചിരുന്നത്. പക്ഷേ അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച അത് ഉണ്ടായി. ആ ആവശ്യം തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ കൊണ്ടുവച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് സനീഷ് കുമാർ ജോസഫ് MLA സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുക, ഇവർക്ക് ആംബുലൻസ് ലഭ്യമാകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നു. കാരണം നമ്മൾ തന്നെ അതിരപ്പള്ളിയുമായി ബന്ധപ്പെട്ട അതെ, ഇത്തരത്തിലേക്ക് കാട്ടാന ആക്രമണം അല്ലെങ്കിൽ കാട്ടാന ശല്യമൊക്കെ പതിവായ ഒരു മേഖലയിലാണ് ഇന്ന് ഇത്തരത്തിലേക്കൊരു ദാരുണ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരം. നേരത്തെ തന്നെ മഞ്ഞക്കൊമ്പനെ കുറിച്ചൊക്കെയുള്ള പരാതികൾ പ്രദേശവാസികൾ ബോധിപ്പിച്ചിരുന്നതാണ്. അവിടെ നിരീക്ഷണം ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യം എല്ലാം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ തരത്തിലേക്കൊന്നും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള മുൻകരുതലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കൂടി പരിണിത ഫലമായാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലേക്കൊരു ദാരുണ സംഭവം ഉണ്ടായത് എന്നതാണ്. അത് വളരെ നിർഭാഗ്യകരവുമാണ്. ഇപ്പോൾ ബെന്നി ബെഹനാൻ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയാണ് മൃതദേഹം ഉള്ളത്. ഊരുമൂപ്പനുമായി സംസാരിച്ചു നേതാക്കൾ. അതിനുശേഷം അവർ അവിടെ നിന്ന് മടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടെ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. അവിടെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനൊരു ശ്രമം നടത്തുമ്പോൾ അത് ജനപ്രതിനിധികളടക്കമുള്ളവർ തടയുകയായിരുന്നു. വത്സയ്ക്ക് ആംബുലൻസ് ലഭിക്കുന്നതിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിലുമൊക്കെ കാലതാമസം ഉണ്ടായി എന്നും ഇതിനിടെ സനീഷ് ജോസഫ് MLA ആരോപിക്കുന്നുണ്ടായിരുന്നു. ആംബുലൻസ് സൗകര്യം പോലും ഏർപ്പെടുത്താത്ത ഒരിടമാണിവിടെ. വന്യജീവി ആക്രമണം പതിവായ ഒരിടമാണെങ്കിൽ പോലും അത്തരത്തിലേക്കുള്ള സൗകര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന ആരോപണം കൂടി ഇപ്പോൾ പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. മരോട്ടിക്ക ശേഖരിക്കാനായി വനത്തിനുള്ളിലേക്ക് പോയതാണ് ഊരുമൂപ്പനും ഭാര്യയും. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ഊരുമൂപ്പന് ഓടി മാറി രക്ഷപ്പെടാൻ കഴിഞ്ഞു. എന്നാൽ വത്സയ്ക്ക് ഓടി മാറാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് വത്സയ്ക്ക് ദാരുണാന്ത്യമുണ്ടായത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നുണ്ട്. ബെന്നി ബെഹനാൻ MPയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി തത്സമയം. തുടർക്കഥയാണ്. ഇന്നിപ്പോൾ 2 മരണങ്ങളാണ് സംഭവിച്ചത്. കോഴിക്കോടും തൃശ്ശൂരും സംഭവിച്ചു. ഇതിൽ ഗവൺമെന്റ് ഒരു നിസ്സംഗത ഇല്ലേ? ഇതിപ്പോൾ 2 മാസത്തിനുള്ളിൽ 8ാമത്തെ ആളെയാണ് ആന ചോട്ടിക്കൊല്ലുന്നത്. ഇന്ന് കക്കയത്ത് കാട്ടുപോത്ത് കുത്തിയാണ് മറ്റൊരാൾ മരിച്ചത്. നിഷ്ക്രിയത്വമാണ് സർക്കാരിൻ്റെ മുഖമുദ്ര. ഞങ്ങൾ നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാടും ഇടുക്കിയിലും ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലും കോഴിക്കോടും എല്ലാ സ്ഥലത്തും വനാതിർത്തികൾ മുഴുവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വ്യാപകമായ കൃഷിനാശമാണ്. എല്ലാ കൃഷിയും നശിച്ചു. പട്ടിണിയും പരിവട്ടമാണ്. ഇപ്പോൾ ഭീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പറ്റുന്നില്ല, പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല,
പശുവിനെ കറന്നാണ് പലരും ജീവിക്കുന്നത്, പാല് വിറ്റ്. ആ പാല് വിൽക്കാൻ പോകാൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. വല്ലാത്ത ഭീതിയാണ്. ആനക്കൂട്ടങ്ങൾ ഇറങ്ങുന്നു, അതുപോലെ കാട്ടുപന്നികൾ ഇറങ്ങുന്നു, കാട്ടുപോത്ത് ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു. എല്ലാ സ്ഥലത്തും പ്രശ്നമാണ്. സർക്കാർ പൂർണ്ണമായ നിസ്സംഗതയാണ്, ഒന്നും ചെയ്യാതിരിക്കുകയാണ്, നിഷ്ക്രിയത്വമാണ്. ഒരു ഹ്രസ്വകാലത്തേക്കുള്ളൊരു പദ്ധതിയില്ല, ദീർഘകാലത്തേക്കുള്ള പദ്ധതിയില്ല. 7000-ലധികം ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. ഈ പാവങ്ങൾക്കെല്ലാം, കൃഷി നശിച്ചവരെല്ലാം ആത്മഹത്യ ചെയ്യാണ് പലരും. അവർക്ക് ആർക്കും നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. വ്യാപകമായിട്ടുള്ള വിഷയമാണ്. ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാനും ഇല്ല. ഞാൻ ഇന്ന് പറഞ്ഞു, വാൽപ്പാറയിൽ അവിടെ ആന ആക്രമണം ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് തമിഴ്നാട് ഗവൺമെൻറ് ഇപ്പോൾ ആന ഇറങ്ങാത്ത സ്ഥിതിയിലാക്കി. പല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും ഈ വന്യജീവി സംഘർഷത്തെ ലഘൂകരിക്കാൻ ഉള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ കേരള ഗവൺമെൻറ്റിന് മാത്രം ഒരു പദ്ധതിയില്ല. വന്യമൃഗങ്ങളുടെ ദയാവായ്പിന് സാധാരണക്കാരൻ്റെയും അവൻ്റെ സ്വത്തും ജീവനും വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ 21-ാം വകുപ്പ് അനുസരിച്ച് ഒരു പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ചുമതല സ്റ്റേറ്റിനുണ്ട്, സർക്കാരുണ്ട്. ഇരു സർക്കാരുകളും, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിന് ഉത്തരവാദികളാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും വനം വകുപ്പിൻ്റെ മുമ്പിൽ ഒരു പദ്ധതിയും ഇല്ല. 48 കോടി രൂപ മാത്രമാണ് ഈ വർഷത്തെ ബജറ്റ് വെച്ചിരിക്കുക. ഒരു 5 കിലോമീറ്റർ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പോലും ആ പണം തികയില്ല. മതിൽ കെട്ടേണ്ട സ്ഥലമുണ്ട്, കിടങ്ങുഴിക്കേണ്ട സ്ഥലമുണ്ട്, ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കേണ്ട സ്ഥലമുണ്ട്. ഇതിനൊന്നുമുള്ള പണം വെച്ചിട്ടില്ല, ഒരു പദ്ധതിയും ഇല്ല. സർക്കാരാണ് ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി എന്ന് പറയേണ്ടി വരും. ഒരു കൊല്ലം മുമ്പ് ഇവിടെ പ്രഖ്യാപിച്ച ഫെൻസിങ്, അതായത് അതിരപ്പള്ളി കുട്ടിയെ കാട്ടാന ചവിട്ടിക്കൊന്നപ്പോൾ ഇതുവരെയും അത് നടപ്പിലാക്കിയില്ല. അതുപോലെ തന്നെ കേരളത്തിലെ പലയിടങ്ങളിലും പ്രഖ്യാപനങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുന്നത്. വനാവകാശ നിയമപ്രകാരം ഇവർക്ക് ഭൂമി കൊടുക്കേണ്ടതാണ്. ആ ഭൂമി കൊടുക്കാത്തതുകൊണ്ടാണ് ഇവർക്ക് ഉപജീവനത്തിന് വേണ്ടി ഇപ്പോൾ ഈ വത്സല മരിച്ചത്. വത്സലയും ഭർത്താവ് ഊരുമൂപ്പനാണ് രാജൻ. അവരൊരുമിച്ച് മരോട്ടിക്ക ശേഖരിക്കാൻ പോയതാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പാവങ്ങൾ. മരോട്ടിക്ക ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഭൂമി പോലും കൊടുത്തിട്ടില്ല. ശേഖരിക്കാൻ പോയ സമയത്താണ് ആന ചവിട്ടിക്ക് വന്നത്. അപ്പോൾ ഒരു തരത്തിലും ഒരു പ്രഖ്യാപനങ്ങളും ഒന്നും നടപ്പാകുന്നില്ല. ഇത് തന്നെയാണ് നേര്യമംഗലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്നിപ്പോൾ ഞാൻ നേര്യമംഗലത്തേക്ക് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ പോലീസ് പറഞ്ഞത് അങ്ങോട്ട് പോകേണ്ട 16 ആനയാണ്. ഇന്നലെ ആന ചവിട്ടിക്ക് വന്ന സ്ഥലത്ത് 16 ആനയാണ് ആ വീടിൻ്റെ പരിസരത്ത് നിൽക്കുന്നതെന്നാണ്. പോകണ്ടെന്നാണ് പറയുന്നത്, പോലീസ് പറയുന്നത്. കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല, സുരക്ഷിതത്വം ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ പ്രദേശത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യൻ്റെ സങ്കടം എത്രയാണ്. സർക്കാർ ഇതൊന്നും അറിയുന്നില്ല. എല്ലായിടത്തും ഒരു വിധത്തിലുള്ള ഒരു നടപടി, ഒരു പ്ലാൻ, ഒരു പദ്ധതി ഒന്നുമില്ല. അതാണ് നമുക്ക് ഭീതി വർദ്ധിപ്പിക്കുന്നത്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഗവൺമെൻറ് നമ്മളെ സംരക്ഷിക്കാൻ ഉണ്ടാവണ്ടേ. വനം വകുപ്പിന് ഒന്നും ഒരു പദ്ധതിയില്ല. അവർക്ക് ഡീസൽ അടിക്കാനുള്ള പൈസ പോലും ഇല്ല. അവർക്ക് പലർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ഈ ഗതികേടിലാക്കുകയാണ് ഗവൺമെൻറ് എല്ലാവരും. ഒരു തരത്തിലുള്ള ഇപ്പം നേര്യമംഗലത്ത് തന്നെ RR ടീമിനെ വിടണമെന്ന് നേരത്തെ പറഞ്ഞാണ്. RR ടീമിനെ വിടുന്നില്ല, ഒരു നിയമമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വന്യജീവികൾക്ക് വേണ്ടി ഇവൻ്റെ വിധിക്ക് അനുസരിച്ച് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇവൻ്റെ വിധി മോശമാണെങ്കിൽ രക്ഷയില്ല എന്നുള്ള ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. ജീപ്പില്ല, ജീപ്പ് ഉള്ള സ്ഥലത്ത് ഡീസൽ അടിക്കാൻ കാശില്ല. പിന്നെ എങ്ങനെയാണ് ആളുകളെ സംരക്ഷിക്കുന്നത്? ആളുകളാണ് ബഹളം ഉണ്ടാക്കി, ഒച്ച ഉണ്ടാക്കി, പടക്കമൊക്കെ പൊട്ടിച്ച് ആനക്കൂട്ടത്തെ ഓടിക്കുന്നത്. അത് എപ്പോഴും പോയിക്കൊള്ളുന്നില്ല. 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പേടി പോവും, പിന്നെ അത് പോവില്ല. കൃഷി മുഴുവൻ തകർന്നു, പട്ടിണിയാണ് ഈ പ്രദേശത്ത്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് മറ്റ് ജില്ലകളെക്കാൾ കൂടുതൽ പാലപ്പള്ളിയിലായാലും അതിരപ്പള്ളിയിലായാലും ആനകളുടെ സാന്നിധ്യം വളരെയേറെയാണ് ആളുകൾ താമസിക്കുന്നിടത്ത്. അപ്പോഴും ഇവിടെ ഈ സംവിധാനങ്ങളുടെ ഒക്കെ പോരായ്മ, അത് ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായ നിഷ്ക്രിയത്വവും നിസ്സംഗതയുമാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് ശരിക്കും കൊലപാതകങ്ങളാണ്. ഉത്തരവാദി സർക്കാരുമാണ്. ഒരു നടപടിയും ഉണ്ടാകുന്നില്ല, പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. ഇത് കൊലപാതകമാണ്, ആ കൊലപാതകത്തിന് ഉത്തരവാദി സർക്കാരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പ്രതിപക്ഷ നേതാവ് നിലവിലുള്ളത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെയാണ് ഇന്ന് കാട്ടാനാക്രമണത്തിൽ മരണമടഞ്ഞ വത്സയുടെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്.
മഞ്ഞക്കൊമ്പൻ്റെ ആക്രമണത്തിലാണ് വത്സയ്ക്ക് ജീവൻ നഷ്ടമായത്. മഞ്ഞക്കൊമ്പൻ അവിടെ സ്ഥിരം പ്രശ്നക്കാരനാണ്. അതിൽ പരാതി പ്രദേശവാസികൾ നൽകിയിരുന്നതാണ്. എന്നാൽ ഒരു തരത്തിലുള്ള നിരീക്ഷണത്തിനോ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാനോ വനംവകുപ്പിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായില്ല എന്ന ഏറ്റവും ഗൗരവതരമായ ആരോപണമാണ് ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.